ഈസി UPSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹസീഫ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് ക്രോണോളജി ഓഫ് ആൻഷ്യൻ്റ് ഇന്ത്യയെക്കുറിച്ചായിരുന്നു. ദെൻ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് മിഡീവൽ ഇന്ത്യയെ ക്രോണോളജിയെക്കുറിച്ചിട്ടാണ്. എന്തുകൊണ്ടാണ് ക്രോണോളജിയെക്കുറിച്ച് പറയുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. സോ അത് വീണ്ടും പറയുന്നില്ല. സോ നമുക്ക് മിഡീവൽ ഇന്ത്യ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ആൻഷ്യൻ്റ് ഇന്ത്യയിൽ പോസ്റ്റ് ഗുപ്തം പീരീഡ് വരെ എത്തിയിട്ടാണ് നിർത്തിയിരുന്നത്. സോ മിഡീവൽ ഇന്ത്യ തുടങ്ങുന്നത് ഒരു സ്ട്രഗിൾ വെച്ചിട്ടാണ്. അതായത് ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ വെച്ചിട്ടാണ് ഫസ്റ്റ് വൺ. മിഡീവൽ ഇന്ത്യയിൽ നോൺ ആയിട്ടുള്ള ഫസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ നടന്നിരുന്ന ആ സമയമാണ്. സോ ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ എന്ന് പറയുന്നത് നോർത്തേൺ ഇന്ത്യ പിടിച്ചടക്കുന്നതിന് വേണ്ടിയിട്ട്, നോർത്തേൺ ഇന്ത്യയുടെ ഭരണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് 3 എംപറേഴ്സ് തമ്മിൽ നടത്തിയിരുന്ന യുദ്ധമായിരുന്നു. ഈ 3 എംപറേഴ്സ് എന്ന് പറയുന്നത് പ്രതിഹാരാസ്, പാലാസ് ആൻഡ് രാഷ്ട്രകൂടാസ് ആയിരുന്നു. ഇനി അതിൻ്റെ കോൺസിക്വൻസ് എന്തൊക്കെയായിരുന്നു, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ട്രഗിൾ നടത്തിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് NCERT പഠിക്കുന്ന സമയത്ത് നോക്കാം. പ്രതിഹാരാസ് ആണ് ഇതിൽ വോൺ ചെയ്തത് എന്നുള്ള കാര്യം മാത്രം ഓർത്തു വയ്ക്കുക. സോ ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിളാണ് നോൺ ആയിട്ടുള്ള മിഡീവൽ ഇന്ത്യയുടെ ഏറ്റവും ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അറബ് ഇൻവേഷനാണ്. അറബ് ഇൻവേഷൻ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്ന അറബ് എന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ കാസിം ആയിരുന്നു. അദ്ദേഹം അന്നത്തെ ബ്രാഹ്മിൺ ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് മഹാരാജ ആയിരുന്ന രാജാ ദാഹിറുമായിട്ട് ഒരു ബാറ്റിൽ നടത്തിയിട്ടാണ് ഇന്ത്യയുടെ സിന്ധ് ആൻഡ് മുൾട്ടാൻ ഭാഗം പിടിച്ചടക്കുന്നത്. ദെൻ അദ്ദേഹത്തിൻ്റെ വരവിന് ശേഷമാണ് റൈസ് ഓഫ് ഇസ്ലാം. പിന്നീട് അങ്ങോട്ട് റൈസ് ഓഫ് ഇസ്ലാം ഇന്ത്യയിൽ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം സൂഫിസവും ഇന്ത്യയിൽ പ്രചരിക്കുന്നുണ്ട്. സോ അറബ് ഇൻവേഷൻ, അതിൽ ഏറ്റവും ആദ്യം വന്നത് മുഹമ്മദ് ബിൻ കാസിം, ദെൻ റൈസ് ഓഫ് ഇസ്ലാം, ഓൾസോ സൂഫിസം. ഓക്കെ. ദെൻ അടുത്തതെന്ന് പറയുന്നത് തുർക്കി ഇൻവേഷനാണ്. 2 തുർക്കികളാണ് ഇന്ത്യ ഇൻവേഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മുഹമ്മദ് ഗസ്നി ആൻഡ് സെക്കൻഡ് വൺ ഈസ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം മുഹമ്മദ് ഗോറി. മുഹമ്മദ് ഗസ്നിയുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്ന് അത്യാവശ്യം ഭരണങ്ങളൊക്കെ നടത്തിയതിന് ശേഷം പിന്നീട് ചെയ്യുന്നത്, അദ്ദേഹത്തിന് അത്യാവശ്യമായിട്ടുള്ള വെൽത്തൊക്കെ കിട്ടിയപ്പോൾ അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് തന്നെ മടങ്ങി പോവുകയാണ് ചെയ്യുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മുഹമ്മദ് ഗോറി നാട്ടിലേക്ക് എത്തുന്നു, ഇന്ത്യയിലേക്ക് വരുന്നു, കാലം ഭരണം നടത്തുന്നു. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മിഡീവൽ ഇന്ത്യയിൽ കോമൺ ആയിട്ട് പറയപ്പെടുന്ന ഡൽഹി സുൽത്താനേറ്റ് ആണ്. ഡൽഹി സുൽത്താനേറ്റിൽ വരുന്നത് സ്ലേവ് ഡൈനാസ്റ്റി വരുന്നുണ്ട്, ഗിൽജി ഡൈനാസ്റ്റി, തുഗ്ലക്, സയ്യിദ് ആൻഡ് ലോധി ഡൈനാസ്റ്റി. ഇതിൻ്റെ ഇടയിലാണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് വരുന്നത്. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്ന് പറയുന്നത് ഡൽഹി സുൽത്താനേറ്റിലെ ലാസ്റ്റ് ഡൈനാസ്റ്റി ആയിട്ടുള്ള ലോധി ഡൈനാസ്റ്റിയുടെ എംപററും ലാസ്റ്റ് എംപററും ഇനി നമ്മൾ അങ്ങോട്ട് പറയാൻ പോകുന്നതാണ് മുഗൾ എംപറേഴ്സിനെ കുറിച്ചിട്ട്. മുഗൾ എംപറേഴ്സിലെ ഏറ്റവും ഫസ്റ്റ് എംപറർ ആയിട്ടുള്ള ബാബറും തമ്മിലുള്ള ഒരു ബാറ്റിലായിരുന്നു ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്ന് പറയുന്നത്. അതിൽ ബാബർ വിജയിക്കുകയും തുടർന്ന് ഭരണം മുഗളിനെ കിട്ടുകയും ചെയ്യുന്നു. ഓക്കെ. ദെൻ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നതൊക്കെ നോർത്തേൺ ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്ന സുൽത്താനേറ്റുകളായിരുന്നു. ഈ ടൈം പീരീഡിൽ തന്നെ, അതായത് ഡൽഹി സുൽത്താനേറ്റും മുഗൾസും ഒക്കെ ഭരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ സൗത്ത് ഇന്ത്യയിൽ ഭരിച്ചിരുന്ന ഒരു എംപയർ ആയിരുന്നു വിജയനഗര എംപയർ എന്ന് പറയുന്നത്. വിജയനഗര എംപയറിലും സംഗമ ഡൈനാസ്റ്റി, സലുവ, തുളുവ, കൃഷ്ണദേവരായ, അരവിഡു ഡൈനാസ്റ്റി തുടങ്ങിയിട്ടുള്ള സബ് പാർട്സുകൾ വരുന്നുണ്ട്. സോ വിജയനഗര എംപയർ എന്ന് പറയുന്നത് സൗത്തേൺ ഇന്ത്യയിൽ ഭരിച്ചിരുന്നവരായിരുന്നു. ദെൻ വിജയനഗര എംപയറിൽ തന്നെ അതിൻ്റെ തൊട്ട് ആ ടൈമിൽ തന്നെ, വിജയനഗര എംപയർ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ തന്നെ വരുന്നതാണ് ബാമിനി കിങ്ഡം എന്ന് പറയുന്നത്. സോ അതൊന്ന് ഓർത്ത് വയ്ക്കുക. സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള എംപറേഴ്സാണ്. ഡൽഹി സുൽത്താനേറ്റൊക്കെ ഉണ്ടായിരുന്ന ആ ടൈമിൽ തന്നെയാണ് ഇവരുടെയും വരവും അവസാനവും ഒക്കെ വരുന്നത്. ദെൻ ഡൽഹി സുൽത്താനേറ്റിലെ ലോധി ഡൈനാസ്റ്റിയും അതുപോലെ തന്നെ ബാബറും തമ്മിലുള്ള യുദ്ധമായിരുന്നു ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്ന് പറഞ്ഞു. അതിനുശേഷം മുഗൾസിന് ഭരണം കിട്ടുകയാണ്. ദെൻ മുഗൾസിൻ്റെ ഭരണകാലത്തായിരുന്നു ബാബർ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഹുമയൂൺ, അദ്ദേഹത്തിൻ്റെ മരണശേഷം ഹുമയൂൺ ഭരിക്കുന്നു. ഹുമയൂൺ ഭരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് സർ എംപയർ വരുന്നത്. ഷേർഷാണ് സർ എംപയറിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. പിന്നീട് വീണ്ടും ഹുമയൂൺ തന്നെ ഭരിക്കുന്നുണ്ട്. പിന്നീട് വരുന്നതാണ് സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്ന് പറയുന്നത്. സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്ന് പറയുന്നത് അന്നത്തെ നോർത്തേൺ ഇന്ത്യയിലെ ഹിന്ദു എംപററായിരുന്ന ഹേമചന്ദ്ര വിക്രമാദിത്യയും അക്ബറും തമ്മിൽ നടത്തുന്ന ബാറ്റിലിനെയാണ് സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്ന് പറയുന്നത്. അതിൽ വിജയം അക്ബറിനായിരുന്നു. തുടർന്ന് അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ് എന്നിവർ തുടർച്ചയായി മുഗൾ ഭരണം നടത്തുന്നുണ്ട്. സോ ബാബർ, ഹുമയൂൺ, സർ എംപയർ, സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് വരുന്നു. സർ എംപയറിന് ശേഷം വീണ്ടും ഹുമയൂൺ തന്നെ ഭരിക്കുന്നുണ്ട്. പിന്നീട് അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ ആൻഡ് ഔറംഗസീബ്. സോ ഇത്രയുമാണ് മുഗൾ എംപറേഴ്സ് എന്ന് പറയുന്നത്. ഇനി
ഇപ്പോൾ ലേറ്റർ മുഗൾസിന് ഇടയിലായിട്ട് മറാത്ത സ്റ്റേറ്റ്, അതായത് മുഗൾസ് ഭരണം തുടങ്ങിയ ആ കാലഘട്ടത്തിൽ തന്നെ മറാത്ത സ്റ്റേറ്റും വരുന്നുണ്ട്. മറാത്ത സ്റ്റേറ്റിൽ മറാത്താസ് വരുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസാണ് ശിവജി, സംഭാജി, രാജാറാം, താരാബായ്, ഷാഹു, ബാലാജി, വിശ്വാനന്ദ് എന്നിവർ. ഇവരുടെ പേരുകൾ ഓർത്തിരിക്കുക. ഇവരെന്തൊക്കെയാണ് ഇന്ത്യയിൽ ചെയ്തിരിക്കുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് NCERT പഠിക്കുന്ന സമയത്ത് നോക്കാം. ദെൻ മറാത്ത സ്റ്റേറ്റിലുണ്ടായിരുന്നത് ഇവരായിരുന്നു. അതുപോലെ തന്നെ മറാത്ത കോൺഫിഡൻസി എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ബാജിറാവു 1 വരുന്നുണ്ട്. ദെൻ ബാലാജി ബാജിറാവു വരുന്നുണ്ട്. പിന്നീട് തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് വരുന്നുണ്ട്. തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്ന് പറയുന്നത് മറാത്താസും അഫ്ഗാൻ ഇൻവേഡേഴ്സും തമ്മിൽ നടത്തുന്ന ഒരു യുദ്ധമാണ്. മറാത്താസാണ് വിജയിക്കുന്നത്. അഫ്ഗാൻ ഇൻവേഡേഴ്സിനെ മറാത്താസ് ഡിഫീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ, സെക്കൻഡ് വാർ ആൻഡ് തേർഡ് വാർ വരുന്നുണ്ട്. ഈ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ആംഗ്ലോ മറാത്ത നടക്കുന്നത് മറാത്താസും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലാണ്. ഇനി ലേറ്റർ മുഗൾസ് ഉണ്ട്. അതായത് മുഗൾസിന് ശേഷം ലേറ്റർ മുഗൾസ് വരുന്നുണ്ട്. അതിൽ വരുന്ന ഫേമസ് പേഴ്സണാലിറ്റീസാണ് ബഹദൂർ ഷാ, ജഹാംഗീർ ഷാ, ഫാറൂഖ് സിയാർ, മുഹമ്മദ് ഷാ, അഹമ്മദ് ഷാ, ആലംഗീർ 2, ഷാജഹാൻ 3, ഷാ ആലം 2, അക്ബർ ഷാ 2. ഏറ്റവും അവസാനത്തിലുള്ള മുഗൾ എംപയറാണ് ബഹദൂർ ഷാ 2 എന്ന് പറയുന്നത്. സോ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നീട് അറൈവൽ ഓഫ് യൂറോപ്യൻസ്, ദെൻ മോഡേൺ ഇന്ത്യയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മിഡീവൽ ഇന്ത്യയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ തുടങ്ങി അറൈവൽ ഓഫ് യൂറോപ്യൻസ് വരെ വരുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് മിഡീവൽ ഇന്ത്യ എന്ന് പറയാം. ടൈം ലൈൻ നോക്കാം. ഇതിനൊന്നും ഇയേഴ്സ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ ഓരോ സ്ട്രഗിളും നടന്നിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് ഏകദേശം ഒരു അറിവ് വേണം. ഏതൊക്കെ കാലഘട്ടത്തിലാണ് ഏതൊക്കെ എംപറേഴ്സാണ് വന്നിരുന്നത് എന്നുള്ള ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇതിൻ്റെ ആവശ്യമുള്ളത്. അതായത് കറക്റ്റ് ഇയേഴ്സ്, ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇയേഴ്സ് എല്ലാം കറക്റ്റ് അല്ല. പലരും പല വർഷങ്ങളാണ് പറയുന്നത്. സോ കോമൺ ആയിട്ട് വരുന്ന ഒരു ആവറേജ് ഇയർ ആയിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ പറഞ്ഞു പ്രതിഹാരാസ്, പാലാസ് ആൻഡ് രാഷ്ട്രകൂടാസ് ആയിരുന്നുവെന്ന്. 730 AD മുതൽ 1100 AD വരെ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നതാണ് പ്രതിഹാരാസ് എന്ന് പറയുന്നത്. ദെൻ 750 AD മുതൽ 1162 AD വരെയാണ് പാലാസ് ഉണ്ടായിരുന്നത്. ഇവർ രണ്ടുപേരും, അതായത് പ്രതിഹാരാസ് ഭരണം തുടങ്ങി ഏകദേശം 750 ആയപ്പോഴേക്കും പാലാസ് ഭരണം തുടങ്ങി. ഇതിൻ്റെ ഇടയിൽ 750 ആയപ്പോഴാണ് രാഷ്ട്രകൂടാസ് വരുന്നത്. അവരുടെ ഭരണം അധികകാലം നിന്നിട്ടില്ല. 973 AD ആകുമ്പോഴേക്കും അവരുടെ ഭരണം അവസാനിക്കുന്നുണ്ട്. ദെൻ ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ ഉണ്ടാകുന്നത് 750-ലാണ്. 750 മുതൽ 1000 AD വരെയാണ് ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ നടക്കുന്നത്. സോ അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഏകദേശം പാലാസും രാഷ്ട്രകൂടാസും പ്രതിഹാരാസും ഒക്കെ വന്ന് ഉള്ള ആ കാലഘട്ടത്തിലാണ് ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ നടക്കുന്നത്. അതിൽ വിജയം എന്ന് പറയുന്നത് പ്രതിഹാരാസിനായിരുന്നു. അതും കൂടി ഓർത്ത് വയ്ക്കുക. ഓക്കെ, ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ദെൻ അറബ് ഇൻവേഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലേക്ക് ഏറ്റവും ആദ്യമായി വന്ന അറബായിരുന്നു മുഹമ്മദ് ബിൻ ഖാസിം. അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിയത് 712 AD-യിലായിരുന്നു. തുടർന്ന് 800 AD-യിൽ റൈസ് ഓഫ് ഇസ്ലാം ഉണ്ടാവുന്നുണ്ട്. അത് ഇത്ര കാലഘട്ടമേ ഉണ്ടായിരുന്നു നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ടിൽ നൗ ഇസ്ലാം ഇന്ത്യയിലുണ്ട്. സോ റൈസ് ഓഫ് ഇസ്ലാം തുടങ്ങുന്നത് തന്നെ എപ്പോഴാണ്? 800 AD-യിലാണ്. ദെൻ 1100 AD ആയപ്പോഴാണ് സൂഫിസം ഇന്ത്യയിൽ പ്രചരിക്കുന്നത്. സോ അറബ് ഇൻവേഷനിൽ മെയിനായിട്ട് വരുന്ന മുഹമ്മദ് ബിൻ ഖാസിം, ദെൻ റൈസ് ഓഫ് ഇസ്ലാം, സൂഫിസം. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ തുർക്കി ഇൻവേഷനാണ്. തുർക്കി ഇൻവേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് പേഴ്സണാലിറ്റീസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്, മുഹമ്മദ് ഗസ്നി ആൻഡ് മുഹമ്മദ് ഗോറി. 1000 AD മുതൽ 1027 AD വരെയാണ് മുഹമ്മദ് ഗസ്നി ഉണ്ടായിരുന്നത്. അദ്ദേഹം ഭരണശേഷം അദ്ദേഹത്തിന് വേണ്ട വെൽത്തുകളൊക്കെ കിട്ടിയപ്പോൾ കിട്ടിയ കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. പിന്നീട് 1175 വരെയുള്ള ഇടവേളയ്ക്ക് ശേഷം 1175-ലാണ് മുഹമ്മദ് ഗോറി ഇന്ത്യയിലേക്ക് വരുന്നത്. 1206 വരെ അദ്ദേഹം ഭരിക്കുകയുണ്ടായിട്ടുണ്ട്. സോ തുർക്കി ഇൻവേഷൻ എന്ന് പറയുന്നത് ഇത്രയുമാണ്. ദെൻ ഡൽഹി സുൽത്താനേറ്റ് ആരംഭിക്കുന്നത് 1206-ലാണ്. ഏകദേശം മുഹമ്മദ് ഗോറിയുടെ ഭരണം അവസാനിക്കുന്നിടത്താണ് ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഭരണം തുടങ്ങുന്നത്. മിഡീവൽ ഇന്ത്യ മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സമയത്താണെന്ന് പറയാം. 1206 AD മുതൽ 1290 AD വരെയുള്ള കാലഘട്ടത്തിലാണ് സ്ലേവ് ഡൈനാസ്റ്റി ഉണ്ടായിരുന്നത്. ദെൻ 1290 AD മുതൽ 1320 AD വരെ ഗിൽജി ഡൈനാസ്റ്റി. 1320 AD മുതൽ 1414 AD വരെ തുഗ്ലക് ഡൈനാസ്റ്റി. 1414 മുതൽ 451 വരെ സയ്യിദ് ഡൈനാസ്റ്റി. ആൻഡ് 1451 മുതൽ 1526 AD വരെയുള്ള കാലഘട്ടത്തിലാണ് ലോധി ഡൈനാസ്റ്റി ഉണ്ടായിരുന്നത്. സോ ഏകദേശം 1206 മുതൽ 1526 ഏകദേശം 300 വർഷത്തോളം
ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഭരണമായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എന്ന് പറയാം. പിന്നീടാണ് 1526, അതൊന്ന് ഓർത്ത് വയ്ക്കുക. അതായത് ലോധി ഡൈനാസ്റ്റി അവസാനിക്കുന്നത് 1526 അതിന് കാരണം ആ വർഷം ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് നടന്നിട്ടുണ്ട്, ബാബറും ലോധി ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് എംപററും തമ്മിൽ. സോ ആ ഇയർ ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് നന്നായിരിക്കും. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എപ്പോഴാണ് നടന്നതെന്നുള്ളത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ അവസാന ടൈമിലായിരുന്നു. ഇനി നമുക്ക് വിജയനഗര എംപയറിനെ കുറിച്ച് പറയാം. ഇപ്പോൾ പറഞ്ഞിരുന്നു ഡൽഹി സുൽത്താനേറ്റ് 1206 സ്റ്റാർട്ട് ചെയ്ത് 1526 അവസാനിച്ചതെന്ന്. സോ വിജയനഗര എംപയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1336 AD. അതായത് ഡൽഹി സുൽത്താനേറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം തുഗ്ലക് ഡൈനാസ്റ്റിയുടെ സമയത്താണ് സൗത്ത് ഇന്ത്യയിലെ വിജയനഗര എംപയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലെ ആദ്യത്തെ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് 1336 മുതൽ 1485 വരെ ഉണ്ടായിരുന്ന സംഗമ ഡൈനാസ്റ്റിയാണ്. പിന്നീട് 1485 AD മുതൽ 1505 AD വരെ സലുവ ഡൈനാസ്റ്റി. ദെൻ 1505 AD മുതൽ 1570 AD വരെ തുലുവ ഡൈനാസ്റ്റി. ഇതിൻ്റെ ഇടയിൽ 1509 മുതൽ 1529 വരെയുള്ള കാലഘട്ടത്തിൽ കൃഷ്ണദേവരായ വരുന്നുണ്ട്. പിന്നീട് 1570 മുതൽ 1650 വരെയുള്ള കാലഘട്ടത്തിൽ അരവിഡു ഡൈനാസ്റ്റി. അതായിരുന്നു വിജയനഗര എംപയറിലെ ഏറ്റവും അവസാനത്തെ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഇടയിലൊരു കാര്യം, സംഗമ ഡൈനാസ്റ്റി നിലനിന്നിരുന്ന കാലത്ത് തന്നെയാണ് ബമ്മാണി കിങ്ഡവും സൗത്ത് ഇന്ത്യയിൽ പ്രചരിക്കുന്നത്. സോ അതുകൂടി ഒന്ന് നോക്കി വയ്ക്കുക. വിജയനഗര എംപയറിലെ സംഗമ ഡൈനാസ്റ്റി തുടങ്ങിയ കാലത്താണ് ബമ്മാണി കിങ്ഡം ഭരണം നടത്തുന്നത്. അത് ഏകദേശം 1347 AD മുതൽ 1435 AD. ദെൻ അടുത്തതെന്ന് പറയുന്നത് മുഗൾസ് ആണ്. ഇതിൻ്റെ സമയം നോക്കുക. അതായത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ അവസാനം എന്ന് പറയുന്നത് ലോധി ഡൈനാസ്റ്റി വെച്ചിട്ടായിരുന്നു. ലോധി ഡൈനാസ്റ്റിയിലെ ഏറ്റവും ലാസ്റ്റത്തെ എംപയറും മുഗൾസിലെ ബാബറും തമ്മിലുള്ള യുദ്ധം നടന്നത് 1526 അതായത് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. അതിനുശേഷമാണ് മുഗൾസിൻ്റെ ഭരണം തുടങ്ങുന്നത്. സോ 1526 മുതൽ നെക്സ്റ്റ് അത് അവസാനിക്കുന്ന കാലഘട്ടം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. 1857 AD വരെ മുഗൾസും ലേറ്റർ മുഗൾസും കൂടി ചേർന്നിട്ടുള്ള വർഷമാണിത്. മുഗൾസിൻ്റെ ഭരണം 1707 വരെ, അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്ന ആ സമയം വരെയാണ് മുഗൾസിൻ്റെ ഭരണം ഉണ്ടായിരുന്നത്. ലേറ്റർ മുഗൾസും കൂടിയിട്ട് മിഡീവൽ ഇന്ത്യയുടെ ഭരണം ഏകദേശം ഉണ്ടായിരുന്നത് 1857 വരെയാണ്. പക്ഷേ ഇംഗ്ലീഷുകാർ വന്നതിന് ശേഷം മുഗൾസിന് അത്ര ശക്തി ഇല്ലാതാവുകയും പിന്നീട് ലേറ്റർ മുഗൾസ് അവരുടെ കീഴിൽ ഭരണം നടത്തുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. സോ 1857 AD എന്നുള്ളതും 1707 AD എന്നുള്ളതും ഒന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിന് ശേഷം 1526 ബാബർ തൻ്റെ ഭരണം തുടങ്ങുകയും തുടർന്ന് 1530 വരെ ഭരിക്കുകയും ചെയ്തു. പിന്നീട് 1530 AD മുതൽ 1540 AD വരെ ഹുമയൂൺ, 1540 AD മുതൽ 1555 AD വരെ ഷേർഷായുടെ കീഴിലുള്ള സർ എംപയർ ഇന്ത്യ ഭരിക്കുകയുണ്ടായി. പിന്നീട് വീണ്ടും ഹുമയൂൺ തന്നെ ഭരണം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് 1555 മുതൽ 1556 വരെ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു ടൈമാണ് 1556 എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ 1556 സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് നടക്കുന്നത്. ആദ്യത്തെ ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് നടന്നത് 1526 ആയിരുന്നു. അവിടെ നിന്ന് ഏകദേശം 30 വർഷങ്ങൾക്ക് ശേഷമാണ് സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് നടക്കുന്നത്. ഇതെന്ന് പറയുന്നത് അന്നത്തെ ഹിന്ദു എംപററായിരുന്ന ഹേമചന്ദ്ര വിക്രമാദിത്യയും അക്ബറും തമ്മിലുള്ള യുദ്ധമായിരുന്നു. നോർത്തേൺ ഇന്ത്യയിൽ നടന്നിട്ടുള്ള യുദ്ധമായിരുന്നു. മുഗൾസും തമ്മിലുള്ള യുദ്ധമായിരുന്നു. അതിൽ വിജയം കൈവരിച്ചത് അക്ബറിനായിരുന്നു. തുടർന്ന് 1556 അദ്ദേഹം ഭരണം തുടങ്ങുകയും 1605 വരെ ഭരിക്കുകയും ചെയ്തു. പിന്നീട് 1605 മുതൽ 1627 വരെ ജഹാംഗീർ, ദെൻ 1627 മുതൽ 1658 വരെ ഷാജഹാൻ, 1658 മുതൽ 1707 വരെ ഔറംഗസീബ് എന്നിവരാണ് ഭരിച്ചത്. സോ ഈ ഓരോ പേഴ്സണാലിറ്റീസിനെ കുറിച്ചും ഒരുപാട് വിശദീകരണങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇതൊക്കെ നമുക്ക് NCERT പഠിക്കുന്ന സമയത്ത് നോക്കാം. ഇപ്പോൾ അവരുടെ ക്രോണോളജി ഒന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ബാബർ, ഹുമയൂൺ, അതിൻ്റെ ഇടയിലൊരു സർ എംപയർ വരുന്നുണ്ട് ഷേർഷായുടെ കീഴിലുള്ളത്. ദെൻ സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, അതിനുശേഷം അക്ബർ വീണ്ടും വിജയം കൈവരിക്കുകയാണ്. ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ് എന്നിട്ട് നിൽക്കുന്നു. സോ മുഗൾസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ലേറ്റർ മുഗൾസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ്, മുഗൾസ് എന്ന് പറയുന്നത് 1526 മുതൽ 1857 വരെയുള്ള കാലഘട്ടത്തിലെ മുഗൾസ് ഉണ്ട്. ഇതിൻ്റെ ഇടയിലാണ്, അതായത് മുഗൾസ് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ജഹാംഗീറിൻ്റെ ടൈമിലാണ്
മറാത്ത സ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, മറാത്ത സ്റ്റേറ്റ് വരുന്നത്, അതായത് മറാത്താസ് ഇന്ത്യയിൽ ഉടലെടുക്കുന്നത് 1674 മുതൽ 1680 വരെയുള്ള കാലഘട്ടത്തിലാണ് ശിവജി ഉണ്ടായിരുന്നത്. ദെൻ അദ്ദേഹത്തിൻ്റെ ഭരണശേഷം 1680 AD മുതൽ 1689 AD വരെ സംഭാജി. ദെൻ 1689 AD മുതൽ 1700 AD വരെ രാജാറാം. 1700 AD മുതൽ 1707 AD വരെ താരാബായ്. 1707 to 1749 AD വരെ ഷാഹു. അതിൻ്റെ ഇടയിൽ 1713 തുടങ്ങി 1720 AD വരെ ബാലാജി വിശ്വാനന്ദും മറാത്ത സ്റ്റേറ്റിൽ ഭരിച്ചിരുന്നു. സോ ഏകദേശം 1674 മുതൽ 1720 വരെയാണ്. പിന്നീട് ഉണ്ടായിട്ടുള്ള 1749 1720 ആ ഒരു കാലഘട്ടം വരെയാണ് മറാത്ത സ്റ്റേറ്റ് ഉണ്ടായിരുന്നത്. പിന്നീട് മറാത്താസ് കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. അതിനാണ് മറാത്ത കോൺഫിഡൻസി എന്ന് പറയുന്നത്. പിന്നീട് 1720 AD മുതൽ 1740 AD വരെ ബാജി റാവു. 1740 AD മുതൽ 1761 AD വരെ ബാജി റാവു ആണ് ഉണ്ടാകുന്നത്. ഇനി 1761 എന്ന് പറയുന്ന നമ്പറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ആ ഇയറിലാണ് തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ഉണ്ടാകുന്നത്. തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്ന് പറയുന്നത് മറാത്താസും അഫ്ഗാൻ ഇൻവേഡേഴ്സും തമ്മിലുണ്ടാകുന്ന യുദ്ധമാണ്. സോ അതിനുശേഷം പിന്നീട് ഏകദേശം 1818 വരെ ലേറ്റർ സക്സസേഴ്സ് ഉണ്ടാകുന്നുണ്ട് ബാജി റാവുവിന് ശേഷം. ഇനി ഈ കാലഘട്ടത്തിലാണ്, ഈ 1818 വരെയുള്ള കാലഘട്ടത്തിൻ്റെ ഉള്ളിൽ 1775 മുതൽ 1782 വരെ ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ നടക്കുന്നുണ്ട്. പിന്നീട് ഒരു ഇടവേളയ്ക്ക് ശേഷം 1803 മുതൽ 1806 വരെ സെക്കൻഡ് ആംഗ്ലോ മറാത്ത വാർ. വീണ്ടും കുറച്ച് ഇടവേളയ്ക്ക് ശേഷം 1817 മുതൽ 18 വരെ തേർഡ് ആംഗ്ലോ മറാത്ത വാർ നടക്കുകയും മറാത്താസ് ഡിഫീറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടായത്. സോ പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യമാണ് മറാത്ത കോൺഫിഡൻസിയെ കുറിച്ച് പറയാനുള്ളത്. ബാലാജി ബാജി റാവു, പിന്നീട് അദ്ദേഹത്തിൻ്റെ ലേറ്റർ സക്സസേഴ്സ്. അതിൻ്റെ ഇടയിൽ 1761 തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് വരുന്നുണ്ട്. പിന്നീട് 3 ഇടവേളകളായിട്ട് ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ, സെക്കൻഡ് ആംഗ്ലോ മറാത്ത വാർ ആൻഡ് തേർഡ് ആംഗ്ലോ മറാത്ത വാറും വരുന്നുണ്ട്. ഇനി ഏകദേശം 1707 മുതലാണ് മറാത്താസ് തുടങ്ങി കുറച്ച് കാലഘട്ടം കഴിഞ്ഞ ശേഷമാണ് പിന്നീട് ലേറ്റർ മുഗൾസ് വരുന്നത്. അവർ ഇന്ത്യയുടെ ഫസ്റ്റ് സ്വാതന്ത്ര്യ സമരം വരെ അവരുടെ കാലഘട്ടം നീണ്ടു നിൽക്കുന്നുണ്ട്. 1707 മുതൽ 1712 വരെ ബഹദൂർ ഷാ. 1712 AD മുതൽ 1713 AD വരെ ജഹാംഗീർ ഷാ. 1713 മുതൽ 1719 വരെ ഫാറൂഖ് സിയാർ. 1719 മുതൽ 1748 വരെ മുഹമ്മദ് ഷാ. 1748 മുതൽ 1754 AD വരെ അഹമ്മദ് ഷാ ഭരിച്ചിരുന്നു. പിന്നീട് 1754 to 1759 ആലംഗീർ ടു. 1759 മുതൽ 1760 വരെ ഷാജഹാൻ 3. അതിൻ്റെ ഇടയ്ക്ക് തന്നെ 1759 മുതൽ 1759 മുതൽ 1806 AD വരെ ഷാ ആലം 2. 1806 AD മുതൽ 1837 AD വരെ അക്ബർ ഷാ 2. പിന്നീട് ഏറ്റവും അവസാനത്തെ മുഗൾ എംപററായിട്ടുള്ള ബഹദൂർ ഷാ 2. 1837 മുതൽ 1857 വരെ ഫസ്റ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലഘട്ടം വരെ ഭരിച്ചിരുന്നു. ഇംഗ്ലീഷുകാർ ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം മുഗൾസിൻ്റെ ഭരണം ക്ഷയിച്ചു വരികയും പിന്നീട് ഇംഗ്ലീഷുകാരുടെ കീഴിലാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഭരണം നടത്തിയിരുന്നത്. സോ ഇത്രയുമാണ് മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്നത്. ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിളിൽ നിന്നും തുടങ്ങി ലേറ്റർ മുഗൾസ് വരെ എത്തി നിൽക്കുന്നു. പിന്നീട് അങ്ങോട്ട് വരുന്നത് അറൈവൽ ഓഫ് യൂറോപ്യൻസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മോഡേൺ ഇന്ത്യ. സോ മോഡേൺ ഇന്ത്യയെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുവരെ താങ്ക് യു.